ഹായ് ഹലോ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. SSC GD 2026 സിറ്റി ഇന്റിമേഷനൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരാഴ്ച മാത്രമേ എക്സാംസിന് പെൻഡിങ് ആയിട്ട് ദിവസം ഉള്ളൂ അല്ലേ? അപ്പൊ എല്ലാവരും പ്രിപ്പറേഷൻസിൽ ഇരിക്കുന്ന കുട്ടികളിലാണ് ഈ ഒരു വീഡിയോ. അതായത് SSC ഇതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന GDക്ക് ചോദിക്കുന്ന മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എക്സാമിന് പോകുന്നവരെ ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്സും കൂടി എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഇതുവരെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ആണെന്ന് അറിയാം. സോ ആ പ്രിപ്പറേഷൻസിൽ ഇതും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് കൂടെ അത്യാവശ്യം എന്ത് ചെയ്താൽ കവർ ചെയ്ത് പോവുക. ഓക്കെ, ആദ്യം തന്നെ പറയട്ടെ, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരാറുണ്ട് അല്ലേ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാറുണ്ട്. എറർ സ്പോട്ടിങ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ്. എറർ സ്പോട്ടിങ് അറിയണമെങ്കിൽ നമ്മൾ ഗ്രാമർ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നോക്കണം. ദെൻ ഫ്രേസ് റീപ്ലേസ്മെന്റ്, ഇന്ന വേർഡ് എന്നിട്ട് അതിന് ഈ ഒരു വേർഡിന് പകരം ഏതൊരു വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നൊക്കെ ചോദിക്കാറില്ലേ? അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നല്ല രീതിയിൽ നോക്കുക. ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ മാർക്ക് ചെയ്ത് തരാം കേട്ടോ. ദെൻ സിനോണിം ആൻഡ് ആന്റോണിം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റിനകത്തും നമുക്ക് വരുമെന്ന് അറിയാം, പക്ഷേ ഇത് പഠിക്കുന്നതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ? അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് കൂടുതൽ നിങ്ങൾ PYQs നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ ക്ലോസ് ടെസ്റ്റ് മസ്റ്റ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫ്രേസ് ആൻഡ് ഇഡിയംസ് മീനിങ്, ചിലപ്പോൾ ചില ഫ്രേസ് വന്നിട്ട് ഒരു സെൻറ്റൻസിൽ ആ ഫ്രേസ് വന്നിട്ട് അതിൻ്റെ അർത്ഥം താഴെയുള്ള ഏതാണെന്ന് എഴുതി എടുക്കാനായിരിക്കും, ഓപ്റ്റ് ചെയ്യാനായിരിക്കും ചോദ്യം. അപ്പോൾ ഫ്രേസും അതിൻ്റെ മീനിങ്ങും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിയണം. ആൻഡ് ഓൾസോ സ്പെല്ലിംഗ് എന്തായാലും ചോദിക്കും, അത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ദെൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും റീഡിങ് കോംപ്രിഹെൻഷനും. അപ്പോൾ ഈ മാർക്ക് ചെയ്തതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഗ്രാമറിൻ്റെ റൂൾസ് എല്ലാം നോക്കിക്കോണം കേട്ടോ. ഗ്രാമറിൻ്റെ റൂൾസ് എല്ലാം നോക്കിക്കോണം. റൂളെല്ലാം അറിയാമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ സിനോണിം ആന്റോണിയും കൂടെ ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 20 ക്വസ്റ്റ്യൻ അറിയാമല്ലോ. നമ്മുടെ പാറ്റേൺ അറിയാമല്ലോ. ഇംഗ്ലീഷ് 20, QA 20, റീസണിങ് 20, GK 20. ഇപ്പോൾ ടോട്ടൽ 80 ആണ്. 160-നാണ്. അതിലൊരു 80-ൽ ഒരു 50 ആണെങ്കിൽ നിങ്ങൾ സ്കോർ ചെയ്തേ പറ്റൂ. ഓക്കെ, സേഫായിട്ട് നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഒരു 50 ആണെങ്കിൽ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യുക. സോ ഇംഗ്ലീഷ് ഈ ടോപ്പിക്കുകളെല്ലാം നോക്കുക. ആൻഡ് GK കടൽ പോലെ കിടക്കുവാണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചും കാണും. അതിനകത്ത് ഡാൻസ് ആൻഡ് ഫെസ്റ്റിവൽസ് ഒരു ചോദ്യം എന്തായാലും കാണും അല്ലേ? ഡാൻസ് ആൻഡ് ഫെസ്റ്റിവൽസ്, ബുക്ക് ആൻഡ് ഓതർ അതും ചോദിക്കുന്നതാണ്. ദെൻ അവാർഡ് ആൻഡ് വിന്നർ, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ്, ദെൻ റിവർ ആൻഡ് ലേക്ക്. ഓക്കെ, നാഷണൽ പാർക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. CAക്കകത്ത് വരുന്ന ഇൻഡെക്സ് ആൻഡ് റാങ്കിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെസ്റ്റിവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്ക് ഡാൻസ് ആൻഡ് ക്ലാസിക്കൽ ഡാൻസ്, ഓൾറെഡി ഡാൻസ് ഫെസ്റ്റിവലിനകത്ത് വരും. പിന്നെ ഗവൺമെന്റിന്റെ സ്കീം, ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആൻഡ് അമെൻമെന്റ്. ഈ GK എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ വരുവിടാം? പൊളിറ്റി വരും, ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, എക്കണോമിക്സ് വരും, പിന്നെ സയൻസ് റിലേറ്റഡ് അതെല്ലാം വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹിസ്റ്ററി തന്നെയാണ്. ഹിസ്റ്ററിയിൽ അമെൻമെന്റ് കാര്യങ്ങൾ, ആർട്ടിക്കിളെല്ലാം നല്ല രീതിയിൽ നോക്കണം. നിങ്ങൾ പഠിച്ചു കാണുമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓൾറെഡി എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുമായിരിക്കും. ഒപ്പം തന്നെ ഒരു കറണ്ട് അഫയേഴ്സ്, ഇതിപ്പോൾ 2026 അല്ലേ, 2025. ഓക്കെ, 2025ഉം 2026 ഒരു ജനുവരി ഫെബ്രുവരി ഈ ഒരു കറണ്ട് അഫയേഴ്സും കൂടി എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. അപ്പം GKയുടെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല. അതൊരു കുറേ ടോപ്പിക്ക് കിടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് പാടാണ്. പക്ഷേ അത്യാവശ്യം സ്റ്റാറ്റിക് GKയിലൊക്കെ ചോദിക്കുന്ന PYQs ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. ദെൻ അടുത്തെന്ന് പറയുന്ന റീസണിങ് ആണ്. റീസണിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന അനലോജി. ഓക്കെ, അനലോജി ചോദിക്കാറുണ്ട്. ദെൻ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, സില്ലോജിസം, പേപ്പർ ഫോൾഡിങ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഒരുവിധം റീസണിങ്ങിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനകത്തും ഓരോ ക്വസ്റ്റ്യൻ എന്തായാലും കാണും. ഓഡ് വൺ ഔട്ട് ചോദിക്കാം, അത് അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻ ചോദിക്കാറുണ്ട്. അനലോജി, ഡൈസ്, ക്യൂബ്സ് അങ്ങനെ ചോദിക്കാറില്ല, ഡൈസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. സീരീസ് അറിയാമല്ലോ, ഓഡ് വൺ ആയിട്ട് ചോദിക്കാറുണ്ട്. അതിൽ അടുത്ത ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ദെൻ പസിൽ, മറ്റേ അറേഞ്ച് ചെയ്ത് ഇരുത്തുന്നത്. ഓക്കെ, മറ്റേ നമ്മുടെ ബ്ലോക്കായിട്ട് എഴുതത്തില്ലേ, ലൈക്ക് റൂമിൻ്റെ ഫ്ലോർ ബേസ്ഡ് പ്രോബ്ലംസ് ഒക്കെ, അതങ്ങനെ
റെയർ ആണ്, പക്ഷേ ചാൻസ് ഉണ്ട്. ദെൻ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഡിങ് ഡീകോഡിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് റിലേഷൻ, പിന്നെ മിറർ ഇമേജ് ഒക്കെ നമുക്ക് വരച്ച് തന്നെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് സോ അതിനകത്തൊന്നും പഠിക്കാനൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ദെൻ സിലോജിസം, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പേപ്പർ ഫോൾഡിങ്. ഓക്കെ, അപ്പോൾ റീസണിങ്ങിനകത്ത് ഇത്രയും ടോപ്പിക്സുകളെങ്കിലും നോക്കിയിട്ട് പോവുക. ഒരു ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്, ഇതെങ്കിലും ടോപ്പിക്ക് നോക്കിയിട്ട് പോവുക. ദെൻ അവർ QA മാത്സിൻ്റെ ടോപ്പിക്കുകളാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ മാർക്ക് ചെയ്ത് തരാം. നമ്പർ സിസ്റ്റം, LCM, HCF, സിംപ്ലിഫിക്കേഷൻ എല്ലാം നമ്പർ സിസ്റ്റത്തിനകത്ത് അങ്ങ് പോകും. ഓക്കെ, നമ്പർ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സിംപ്ലിഫിക്കേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ GD ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സിംപ്ലിഫിക്കേഷൻ നമുക്ക് നമ്പർ സിസ്റ്റത്തിനകത്ത് ഇടാം. ഓക്കെ, ദെൻ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ആവറേജ് ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. മെൻസുറേഷനകത്ത് നിങ്ങൾ ആ ഒരു ഇക്വേഷൻ ബേസ്ഡ് പ്രോബ്ലം വരുന്നതെല്ലാം ജസ്റ്റ് നോക്കിയിട്ട് പോവുക കേട്ടോ. ഇക്വേഷൻ ബേസ്ഡ് പ്രോബ്ലം വരുന്നതെല്ലാം നോക്കിയിട്ട് പോവുക. ഓൾജിബ്രയും ജോമെട്രി അങ്ങനെ എന്താണ് പാസ്സാവാൻ മാത്രം നോക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ഓൾജിബ്രയും ജോമെട്രിയൊക്കെ ലീവ് ചെയ്തേക്കുക, കുഴപ്പമില്ല കേട്ടോ. ഞാൻ ടൈം ആൻഡ് ഡിസ്റ്റൻസും ടൈം ആൻഡ് വർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് വരാത്ത ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇത്രയെങ്കിലും വൃത്തിയായിട്ട് ഞാൻ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പം QAയിൽ എന്താ പറയുക, QA റീസണിങ് കൂടെ ചേർത്ത് ടോട്ടൽ 40 ഉണ്ടെങ്കിൽ ഒരു 30 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ അത് നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക കേട്ടല്ലോ. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം. എല്ലാം 20 വെച്ചിട്ടേ ഉള്ളൂ. 20-ൽ ഒരു 15 അല്ലെങ്കിൽ ഒരു 12, 13 റേഞ്ച് എല്ലാത്തിനും നമ്മൾ ആൻസർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വർഷം തന്നെ എന്ത് ചെയ്യാം, GDക്ക് കയറാവുന്നതാണ്. സോ ഈ ടോപ്പിക്കുകളെല്ലാം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് അയ്യോ ഞാൻ വിട്ടുപോയി, അല്ലെങ്കിൽ കോമ്പൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് നോക്കിയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഈ വർഷം തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ജോലിക്ക് കയറുക. ഓക്കെ, അടുത്ത വർഷത്തേക്ക് GD 2027 കുട്ടികൾക്ക് ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് തുടങ്ങുക. നമ്മുടെ AZBയുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഇവർക്ക് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ മുന്നോട്ട് പോകാം. നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഡെയിലി സ്റ്റഡി പ്ലാനും റിവിഷനും മോക്ക് ടെസ്റ്റുകളും മെന്റർ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. സോ അടുത്ത വർഷത്തേക്ക് എക്സാമിന് നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ക്ലാസ് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എഴുതുന്നവർക്ക് നല്ലൊരു പറയുക, ഈ വർഷം തന്നെ ജോലിയിൽ ഒരു ഫോഴ്സിലേക്ക് കയറട്ടെ എന്ന് വിഷസ് അറിയിക്കുന്നു. സോ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യരുത്. ടോപ്പിക്കുകൾ വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവുക. മോക്ക് ടെസ്റ്റിന് ഒരാഴ്ചയേ ഉള്ളൂ. സോ മോക്ക് ടെസ്റ്റും ജസ്റ്റ് ഇംഗ്ലീഷ്, GK അത് രണ്ടിന് PYQസും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.